പ്രിയപ്പെട്ടവരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാൻ ആദ്യം തന്നെ ഇവിടെ വലിയൊരു ലിസ്റ്റ് വായിക്കാം. ഏകദേശം ഒരു 10-33 പേരുടെ ഒരു ലിസ്റ്റ് വായിക്കുകയാണ്. അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ പേരുകൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരിച്ചിരി കാര്യങ്ങൾ പറയാനുണ്ട്. നോക്കൂ, ആദ്യം ഇതിൽ വരുന്നു PA മുഹമ്മദ് റിയാസ്. പിന്നെ വരുന്നു AN ഷംസീർ. ഈ PA മുഹമ്മദ് റിയാസ് നമുക്കറിയാം. ആരാണ്? പിണറായി വിജയന്റെ മരുമകനാണ്. അയാളുടെ രണ്ടാം കെട്ടാണ് വീണയെ കെട്ടിയത്. മാത്രമല്ല, അയാൾ ആദ്യം കെട്ടിയ ആ പെണ്ണിനെ ചുമരിനോട് ചേർത്ത് നിർത്തി കൂമ്പിനിട്ടിടിച്ചു എന്നുള്ള പീഡന പരാതിയൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെ എത്തിയെന്ന് അറിയില്ല. എന്തായാലും അത്തരത്തിലുള്ള ഒരു പീഡകനെ രണ്ടാം കെട്ടായിട്ട് വീണയെ, തന്റെ മകളെ കെട്ടിച്ചു കൊടുത്ത പിണറായി വിജയൻ മഹോന്നതൻ തന്നെയാണ്. എന്തായാലും AN ഷംസീർ അടുത്തത് എന്താണ്? ഗണപതി മിത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞമ്മന്റെ തള്ളാഹ് കുക്കുംബർ അത് വലിയ മഹോന്നതനും ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അവന് കൃത്യമായിട്ടും അവന്റെ കാര്യത്തിൽ ജാതിയുണ്ട്, മതമുണ്ട്, അവന്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് ഗണപതി മിത്താണ്, പക്ഷെ ഞമ്മൻ്റെത് അത് മിത്തല്ല, അത് മഹോന്നതനാണ്. എന്തായാലും മുഹമ്മദ് മുഹ്സീൻ അടുത്തതാണ്. ഇനി വരുന്നു MK മുനീർ, പിന്നെ മഞ്ഞളാംകുഴി അലി, പിന്നെ കുർക്കോളി മൊയ്തീൻ, അൻവർ സാദിത്ത്, ഷാഫി പറമ്പിൽ, M ഷംസുദ്ദീൻ, ആബിദ് ഹുസൈൻ, അബ്ദുൾ ഹമീദ്, KPA മജീദ്, PK കുഞ്ഞാലിക്കുട്ടി, ഉബൈദുള്ള, നജീബ് കാന്തപുരം, UA ലത്തീഫ്, PK ബഷീർ, TV ഇബ്രാഹിം, T സിദ്ദീഖ്, NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, M നിഷാദ്, H സലാം, NK അക്ബർ, AC മൊയ്തീൻ, P മമ്മിക്കുട്ടി, KT ജലീൽ, V അബ്ദുറഹ്മാൻ, TV അൻവർ, PTA റഹീം, അഹമ്മദ് ദേവർകോവിൽ, കാനത്തിൽ ജമീല, KP കുഞ്ഞഹമ്മദ് കുട്ടി. ഇങ്ങനെ കുറെ ആളുകളുടെ പേരാണ്. ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. PV അൻവറിന് മാറി ഇപ്പൊ അവിടെ ആര്യയുടെ ഷൗക്കത്ത് വന്നു. പിന്നെയോ അത്തരത്തിൽ നമ്മുടെ ഇവനുണ്ടല്ലോ ഷാഫി പറമ്പിൽ മാറിയിട്ട് അതിന് ബദൽ നമ്മുടെ കോഴി മാങ്കൂട്ടം വന്നു. ഷാഫി MB ആയി പോയി. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആരോ എഴുതി വിട്ടിട്ടൊരു ആർട്ടിക്കിൾ ആണിത്. ഇനി എന്തിനാണ് ഇവരുടെയൊക്കെ പേര് വിവരം വായിച്ചത് എന്നല്ലേ? നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ അടുത്ത നാളിലാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഒരു സുഡാപ്പി, ആ സുഡാപ്പി വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ മുസ്ലിം ലീഗ് തന്നെയാണ്, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞു. എന്നാലും നമ്മളെ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, നമ്മളെ മുസ്ലിം ലീഗ് മതേതര മുസ്ലിം ലീഗാണ്. നമ്മളെ മതേതര മുസ്ലിം ലീഗിന് ഞമ്മന്റെ ഹിന്ദുക്കളും ഞമ്മന്റെ ക്രിസ്ത്യാനികളൊക്കെ വോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താ? അവർ UDF എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആ സംവിധാനത്തിലാണ്. അതുകൊണ്ട് മതമാണ് ഞങ്ങൾക്ക് പ്രശ്നം, മതം തന്നെയാണ് ഞങ്ങൾക്ക് പ്രശ്നം. ഞങ്ങൾ ഭരണത്തിൽ വരും, ഞങ്ങൾ മുസ്ലിം ഭരണത്തിൽ വരും, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യുക എന്ന് മുസ്ലിം ലീഗ് മതേതര മുസ്ലിം ലീഗിലെ ആ ചങ്ങാതി വിളിച്ചു പറഞ്ഞിട്ടും തലയിൽ മൂളയില്ലാത്ത ഹിന്ദുവും ക്രിസ്ത്യാനിയും, അതല്ലെങ്കിൽ അടിമയാക്കപ്പെട്ട ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇനിയും അവർക്ക് തന്നെ വോട്ട് കുത്തേണ്ട ഗതികേടിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ വായിച്ച പേരുകൾ ആരാണെന്നറിയാമോ? കേരള നിയമസഭയിലെ 144 എണ്ണത്തിൽ 33-ലധികം വരുന്ന സുഡാപ്പികളുടെ പേര് മുസ്ലിം നാമധാരികളുടെ പേരാണ്. അതിൽ ഷംസീർ ഉണ്ടായിരിക്കാം, ഗണപതി മിത്താണ്, ഞമ്മന്റെ ആ ചങ്ങാതി മഹോന്നതനാണ്, 6 വയസ്സുകാരി ഐഷ, പോക്സോ ക്രിമിനൽ എന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്നിടത്ത് ഉത്തരമുണ്ട്. എന്തായാലും അവൻ മഹോന്നതനാണ്, പക്ഷെ ഞമ്മന്റെ ഗണപതി മിത്താണ്. ഇത്തരത്തിൽ ഹിന്ദുവിന്റെ നെറുകുന്തല ചവിട്ടി തകർക്കുന്ന പ്രസ്താവന നടത്തുന്ന അവന്റെ പേരിന് മുൻപിൽ ചേർക്കുന്ന ഒരു സാധനം ഉണ്ട്. എന്തെന്നറിയാമോ? സഖാവ്. സഖാവിന് ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല മാനവിക രക്തം എന്നൊക്കെ വിളിച്ച് പറയുന്ന ഈ നാറിയുടെ മനസ്സിലെ മതരക്തം തന്നെയാണ് ഗണപതി മിത്താണ്, ഞമ്മന്റെ മഹോന്നതൻ സ്വത്താണ് എന്ന് അവനെ കൊണ്ട് പറയിപ്പിച്ചത്. അവൻ കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട് ഇരിക്കുന്ന ആ ചെങ്ങാതി ഇത്തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അവൻ കുഞ്ഞുനാളിൽ പഠിച്ച അവന്റെ ആ മതവിദ്യാഭ്യാസമുണ്ടല്ലോ, ആ മദ്രസ വിദ്യാഭ്യാസമുണ്ടല്ലോ, ആ കൊണം തന്നെയാണ് പച്ചയ്ക്ക് പുറത്തു വന്നത്. ഇനി പിണറായി വിജയന്റെ മരുമകനായുള്ള PA മുഹമ്മദ് റിയാസ്, നിങ്ങളൊക്കെ കരുതുന്നുണ്ടോ ലോകരെ ഇവരൊക്കെ മതേതരന്മാരാണ്, ഇവരൊക്കെ യഥാർത്ഥത്തിലുള്ള സഖാക്കന്മാരാണ്, ഇവർക്ക് ജാതിയില്ല, മതമില്ല, ഇവർക്ക് ഈ ഇസ്ലാമിക രക്തമില്ല, മുസ്ലിം രക്തമില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ രക്തമില്ല, ഹിന്ദു രക്തമില്ല, മാനവിക രക്തമാണെന്ന് പറയുന്ന ആ മുദ്രാവാക്യം ഇവനിലൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ ലോകരെ? ഉണ്ടെങ്കിൽ ആ ലോകരായിട്ടുള്ള നിങ്ങളെക്കാൾ മഠയന്മാരായിട്ട് വേറെ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി വരാൻ പോകുന്നു കുറഞ്ഞ മാസം
മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 72 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരളം ഭരിക്കാമെന്നിരിക്കെ 33-ലധികം 30-ന് മേലെ ഇപ്പോൾ തന്നെ നിലവിൽ സീറ്റ് മുസ്ലിം നാമധാരികൾക്ക്. അവർ വ്യത്യസ്ത പേരിലാണ് അറിയപ്പെടുക. നമ്മൾക്കറിയാം ഐസിസ് എന്ന പേരിലും അൽ-ഖ്വയ്ദ എന്ന പേരിലും അങ്ങനെ ഒട്ടേറെ പേരുകളിൽ ഓരോ രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങളിൽ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മുസ്ലിം തീവ്രവാദികളൊക്കെ ആത്യന്തികമായിട്ട് വിശുദ്ധ പുസ്തകത്തിന് വിശുദ്ധ കിതാബിന് കീഴിലാണ് എന്നുള്ളതും ഒരേ ഒരു ദൈവമാണ് ഇവർക്കുള്ളത് എന്നും നമ്മൾക്കറിയാം. അത്തരത്തിൽ അവർ വ്യത്യസ്ത പേരാണെങ്കിലും അവർ ചെയ്യുന്നത് ഒരേ ഒരു ക്രൂരതയാണ്, ഒരേ ഒരു ലോകത്തോടാണ് ഇവർ ചെയ്യുന്നത്. ഈ വിശുദ്ധ യുദ്ധം എന്ന പേരിൽ ഏറ്റവും കൊടും ക്രൂരത ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ വ്യത്യസ്ത പാർട്ടികൾ, അത് LDF ആവാം, UDF ആവാം, PDP ആവാം, SDP ആവാം, ലീഗ് ആവാം, മുസ്ലിം മതേതര മുസ്ലിം ലീഗ്, വെറും ലീഗ് അല്ല, അത്തരത്തിൽ ലീഗ് ആവാം, ഇനി എല്ലാം കൊണ്ടും തികഞ്ഞിട്ടുള്ള തീവ്രവാദി പാർട്ടീസ് SDP ആവാം, ഇതിലൊക്കെ ആവാം. പക്ഷേ ഇവർക്കൊക്കെ ആത്യന്തികമായിട്ട് ഇവരൊക്കെ പഠിച്ചു വന്നിട്ടുള്ള, വളർന്നു വന്നിട്ടുള്ള, ഇവന്റെയൊക്കെ തലച്ചോറിൽ കുത്തിവെക്കപ്പെട്ടിട്ടുള്ള മദ്രസ വിദ്യാഭ്യാസം, അത് ഒന്നുകൊണ്ട് തന്നെയാണ് സഖാവ് എന്ന് മുൻപിൽ പേരണിഞ്ഞ് നടക്കുന്ന ഷംസീർ ആയാലും മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിട്ടുള്ള ഷാജി എന്ന് വിളിക്കുന്ന അവനായാലും അവരെ കൊണ്ടൊക്കെ ഇത്തരത്തിൽ മിത്താണെന്നും ഗണപതി മിത്താണെന്നും മതം തന്നെയാണ് ഞങ്ങൾക്ക് പ്രശ്നം, ഞങ്ങൾ ജയിച്ചാൽ എന്താണ് ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടുക എന്ന് മലയാളികളോട് അവർ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ബോധം വെക്കാത്ത ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇനിയും അവർക്ക് തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കുത്തിക്കൊടുത്ത് തന്നെ വിജയിപ്പിച്ച് വീണ്ടും ഇവിടെ ഭരണം കൊണ്ടുവരണം. നോക്കൂ, 72 തികഞ്ഞു കഴിഞ്ഞാൽ കേരളം അവർ ഭരിക്കും. ആ 72 മുസ്ലിം നാമധാരി MLA-മാർ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അവരിൽ പിന്നെ LDF ഉണ്ടാവില്ല. LDF-ലെ CPM-ഓ CPI-യോ അതല്ലെങ്കിൽ ഒരുപാട് പാർട്ടികളുണ്ടല്ലോ LDF-ൽ, അതൊന്നും ഉണ്ടായിരിക്കില്ല. അവർ ഒരേ ഒരു വിഭാഗമായി മാറും, മുസ്ലിം എന്ന് പറയുന്ന വിഭാഗം. ഇനി കോൺഗ്രസിൽ 100ക്ക് 100 ഒരുപാട് ആളുകളുണ്ട്, അവരൊന്നും ഉണ്ടാവില്ല. അവരിൽ ഉണ്ടാവുക ആരാണ്? UDF-ൽ ഉണ്ടാവുക ഈ മുസ്ലിം എന്ന് പറയുന്ന ആളുകൾ ഒന്നിച്ചുകൊണ്ട് അത്തരത്തിൽ PDP ആയാലും SDP ആയാലും ഇവരിൽ നിന്നൊക്കെയുള്ള MLA-മാരുണ്ടല്ലോ, ഈ MLA-മാർ 72 തികഞ്ഞു കഴിഞ്ഞാൽ കേരളം അവർ ഭരിക്കും. ആ ഭരിക്കുന്ന കേരളത്തിന്റെ അവസ്ഥയിൽ എന്തായിരിക്കും ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അനുഭവിക്കാൻ പോകുന്നത് എന്ന് ഇന്ന് തന്നെ നമ്മൾക്കറിയാം. ന്യൂനപക്ഷ അവകാശം എന്നും പറഞ്ഞുകൊണ്ട്, വഖഫ് ബോർഡ് അവകാശം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനിക്ക് മുകളിലേക്കും ഹിന്ദുവിന് മുകളിലേക്കും ഇവർ ചെയ്തു കൂട്ടുന്ന ദുഷ്ടത്തരങ്ങൾ ഇന്ന് ഭരണമില്ലാതിരുന്നിട്ട് പോലും ഇവർ ഇത്രയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് മേൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇത്രയ്ക്കും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കൃത്യമായും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വായിച്ച 33 പേരുകൾ, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള പേരുകളാണെങ്കിൽ പോലും എനിക്കിന്ന് രാവിലെ വാട്സപ്പിൽ കിട്ടിയ ഒരു മെസ്സേജാണ്. അത് ഞാൻ നോക്കിയ സമയത്ത് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മാറ്റങ്ങളുടെ സ്ഥാനത്തെല്ലാം പുതിയ പുതിയ മുസ്ലിം നാമധാരികൾ വന്നു എന്നേ ഉള്ളൂ. ഇവിടെ വെറുതെ അല്ല ഇവന്മാർ പറയുന്നത് കേരളം ഞങ്ങൾ ഭരിക്കും, കേരളം ഞങ്ങൾ ഭരിക്കും എന്നുള്ളത്. നോക്കൂ, 2047 ഭാരതം ഭരിക്കും ഞങ്ങൾ. അന്ന് ഈ രാജ്യം മുസ്ലിം രാജ്യമായി പ്രഖ്യാപിക്കാൻ പോലും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്ന ആ ഭീകര ജന്തുക്കളെ, ഭീകര വിഷങ്ങളെ ഇവിടെ നിരോധിച്ചു ഭാരത സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, NDA സർക്കാർ. അവരെ നിരോധിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നൊക്കെ ഇന്ന് നമ്മൾ കൃത്യമായിട്ടും അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹേ ഹിന്ദുവേ, ഹേ ക്രിസ്ത്യാനി, കണ്ണു തുറന്നോ, തലച്ചോർ തുറന്നോ. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച്, നീ നിന്റെ ചിന്ത ഉപയോഗിച്ച് നിന്റെ വരും തലമുറയ്ക്ക് ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ചിന്തിച്ചോ, വോട്ട് കുത്തിക്കോ. ഇവിടെ സംഘിയെന്നും BJP-കാരനും ഹിന്ദുത്വ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞ് RSS കാപാലികർ എന്നൊക്കെ പറഞ്ഞ് നീ അകറ്റി നിർത്തുമ്പോൾ നീ മനസ്സിലാക്കിക്കോ, നിനക്ക് ഏകരക്ഷ അവർ മാത്രമേ എക്കാലവും ഉണ്ടായിട്ടുള്ളൂ, ഇനിയും ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിച്ചാൽ നിനക്ക് നന്ന്. ഇവിടെ മതേതര മുസ്ലിം ലീഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഷാജിമാരൊക്കെ മതമാണ് പ്രശ്നമെന്നും പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഇവിടെ ഈ ഗണപതി മിത്താണെന്നും പറഞ്ഞുകൊണ്ട് ഞമ്മന്റെ 6 വയസ്സുകാരി ഐഷയുടെ കഥയിലുള്ള ഞമ്മന്റെ മഹോന്നതൻ വലിയവനാണെന്നും പറയുന്ന സഖാവും രംഗത്ത് വരുമ്പോൾ നീ മനസ്സിലാക്കിക്കോ, നിനക്ക് ഏകരക്ഷ BJP ആണ്, നിനക്ക് ഏകരക്ഷ RSS ആണ്, നിനക്ക് ഏകരക്ഷ ഇവിടുത്തെ ഓരോ ഹിന്ദുത്വവാദിയും ഓരോ ഹിന്ദുക്കളും തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ ഹിന്ദു സഖാവേ, ഹിന്ദു കോൺഗ്രസ്സുകാരാ, ക്രിസ്ത്യൻ സഖാവേ, ക്രിസ്ത്യൻ കോൺഗ്രസ്സുകാരാ, നിനക്ക് രക്ഷ ഈ പറയുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അവരെ നീ ഇനിയും അകറ്റി നിർത്തണോ, അത് നെഞ്ചോട് ചേർക്കണോ എന്ന് തീരുമാനിച്ചു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.